ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് അരി കുതിർത്ത് അരക്കുക ഒന്നും ചെയ്യാതെ വെറും അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനീ ഒരു വട്ടയപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഏത് അരിപ്പൊടി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലോണം നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൽ ആ കുരുവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അരച്ചെടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ആ കുരുവൊക്കെ നല്ലതുപോലെ അരഞ്ഞു വന്നോളും. പിന്നെ ജീരകമാണ്, ചെറിയ ജീരകം. അതൊരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു നുള്ള് അതിൻ്റെ അതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു നേരിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നേരിയ ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വേണം. ഒത്തിരി കട്ടിയാവാനും പാടിയ, എന്നാൽ ഒത്തിരി ലൂസാവാനും പാടിയ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ആയിരിക്കും നമുക്ക് പൊങ്ങി വന്നാൽ കിട്ടുക കേട്ടോ. ഇനി നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വാഴയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴയില അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേണം സ്പ്രെഡാക്കി കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്തെടുക്കുന്നില്ല. ഇനി അതിലേക്ക് നമ്മൾ പരച്ച് വെച്ച ആ ഒരു മാവ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഒന്ന് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇട്ടെടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു കേക്ക് ടിന്നിൽ നിന്ന് ഒരു വട്ടയപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്കൊരു വട്ടയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്